ഹായ് ഫ്രണ്ട്സ്, ടെക്ജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ റെഡ്മി ഗോ എന്ന് പറയുന്ന ഒരു ഡിവൈസിന്റെ ഒരു റിവ്യൂ ആണ്. ഞാൻ എൻ്റെ ഫ്രാങ്ക് ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ വീഡിയോ മൊത്തമായിട്ട് ഇരുന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണെന്നത് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഡിവൈസ് വരുന്നത്. ലൈറ്റ് ബ്ലൂ കളറിലാണ് ഡിവൈസ് ഉള്ളത്. നമുക്ക് ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം. മുകളിൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്രോഫോണും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു 3.5mm ഹെഡ്ഫോൺ ജാക്കും, പിന്നെ താഴെ ഒരു സ്പീക്കറും അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു മൈക്രോ USB പോർട്ടും അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു മെയിൻ മൈക്രോഫോണുമാണ് വരുന്നത്. ഇനി സൈഡുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു വോളിയം അഡ്ജസ്റ്റ് ബട്ടണും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പവർ ബട്ടണാണ് ഉള്ളത്. ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ 2 സിം ട്രേകളാണുള്ളത്. ഒന്ന് സിം മാത്രവും മറ്റേത് സിം പ്ലസ് മൈക്രോ SD കാർഡ് സ്ലോട്ടും കൂടിയാണ്. നമ്മൾ സ്ഥിരമായി MI ഫോണുകളിൽ കാണുന്ന IR ബ്ലാസ്റ്റ് ഈ ഫോണിൽ ഇല്ല. പിന്നെ ഈ ബോക്സിൽ വരുന്നത് ഒരു മൈക്രോ USB ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു പവർ അഡാപ്റ്ററും കൂടി ഈ ബോക്സിൽ വരുന്നുണ്ട്. 5 വോൾട്ട് 1 ആംപിയറിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഡിവൈസ് ഒന്ന് ഓണാക്കി നോക്കാം. ഓണായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ ഒന്ന് ഓടിച്ചു നോക്കാം. 5 ഇഞ്ച് നോർമൽ HD ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 425 SoC ആണ് ഇതിനകത്തുള്ളത്. പിന്നെ 1 GB റാം ആണുള്ളത്. അതുപോലെ തന്നെ 8 GB 16 GB അങ്ങനെ 2 ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻ്റ് ആണ് ഉള്ളത്. പിന്നെ 2+1 കാർഡ് സ്ലോട്ടാണുള്ളത്. അതായത് 2 സിമ്മും ഒരു മൈക്രോ SD കാർഡ് ഇടാനുള്ള സ്ലോട്ടും ഉണ്ട്. അതുപോലെ തന്നെ 8 MB റിയർ ക്യാമറയാണ് വരുന്നത്. അതിനകത്ത് 1080p വീഡിയോ റെക്കോർഡിംഗ് എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ 5 MB ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അതിനകത്തും 1080p വീഡിയോ റെക്കോർഡിംഗ് എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓറിയോ ഗോ വേർഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ 3000 mAh ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. 5 വോൾട്ട് 1 ആംപിയർ ചാർജറാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സും അതുപോലെ തന്നെ കുറച്ച് ആപ്സും ഒക്കെ തുറന്നൊക്കെ നോക്കാം. ഇതിൻ്റെ സ്പീഡൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സെറ്റിങ്സിലൊന്ന് പോവാം. സെറ്റിങ്സിൽ എബൌട്ട് ഫോൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് ഫോണിൻ്റെ മോഡൽ നെയിമും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് വേർഷനും അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓറിയോ വേർഷനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഗോ വേർഷനാണ്, അതായത് ലൈറ്റ് വേർഷനാണ്. ആൻഡ്രോയിഡിൻ്റെ ലൈറ്റ് വേർഷനാണ് ഗോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് എത്ര ഉണ്ടെന്ന് നോക്കാം. 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് വേരിയൻ്റ് ആണിത്. അതിനകത്ത് 2.8 GB സിസ്റ്റമാണ് വരുന്നത്. ബാക്കി നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ഈ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഇതിനകത്ത് റാം ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തായിട്ട് കണ്ടില്ല. ആക്ച്വലി ഇത് 1 GB റാം ആണ്. ഈ ഫോണിന് 1 GB റാം വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഫോണിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറച്ച് ആപ്പുകൾ തുറന്ന് നോക്കാം. ആപ്പുകൾ തുറന്നു വരാനുള്ള സ്പീഡൊന്നും ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എല്ലാം കുറച്ച് ലാഗായിട്ടാണ് തുറന്നു വരുന്നത്. കാൽക്കുലേറ്റർ, കലണ്ടർ, ഗൂഗിൾ ക്രോം, ക്ലോക്ക് അങ്ങനെ തുടങ്ങിയ എല്ലാ ആപ്ലിക്കേഷനും തുറക്കുമ്പോൾ ഒരല്പം ലാഗാണ്. അതായത് തുറന്നു വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഫോണിൻ്റെ പ്രധാനമായൊരു പ്രശ്നം. മാത്രമല്ല, നമ്മൾ കോണ്ടാക്ട്സിൽ ഏതെങ്കിലും ഒരു കോണ്ടാക്ട്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും നമ്മൾ ആ ഒരു കോണ്ടാക്ട്സ് ഒന്ന് ഓപ്പൺ ആയിട്ട് വരാൻ വേണ്ടി തന്നെ. ഞാനിപ്പം എൻ്റെ പേരിലുള്ള കോണ്ടാക്ട്സ് തന്നെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് കാണാം, തുറന്നു വരാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ബാക്കി ആപ്പുകളെല്ലാം തുറന്നു വരാൻ കുറച്ച് സമയം എടുക്കും. അതായത് സിസ്റ്റം ഇച്ചിരി ലാഗാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇതിൻ്റെ റാം 1 GB മാത്രമേ ഉള്ളൂ. ആ 1 GB കൊണ്ട് ഇത്ര ആപ്പുകളൊന്നും ഹാൻഡിൽ ചെയ്യാൻ ഈ ഫോണിന് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഈ ഫോണിൻ്റെ പ്രോസസ്സിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ.
ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയൊന്ന് തുറന്നു നോക്കാം. 8 മെഗാ പിക്സലുള്ള ഒരു സിംഗിൾ ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ടോൺ ഫ്ലാഷുമാണ് ക്യാമറയ്ക്ക് വരുന്നത്. വീഡിയോ, ഫോട്ടോ, സ്ക്വയർ, മാനുവൽ ഇങ്ങനെ 4 മോഡുകൾ മാത്രമാണ് ഈ ക്യാമറയിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ വീഡിയോ റെക്കോർഡിംഗ് ക്വാളിറ്റി വരുന്നത് 1080p ഫുൾ HD ആണ്. ഇനി നമുക്കിതിന്റെ ഫ്രണ്ട് ക്യാമറ നോക്കാം. 5 മെഗാ പിക്സലുള്ള ഒരു സിംഗിൾ ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ സെറ്റിംഗ്സിലും ബാക്ക് ക്യാമറയിൽ പറഞ്ഞ പോലെ 4 മോഡുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും 1080p ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഈ ഫോണിലെടുത്ത കുറച്ച് സാമ്പിൾ ഷോട്ടുകൾ കാണിക്കാം. കാണുന്നത് ഈ ഫോണിൻ്റെ ഒരു ബാക്ക് ക്യാമറയുടെ വീഡിയോ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ ക്വാളിറ്റി അത്ര പോരെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാൽ കളർ റിപ്രൊഡക്ഷൻ ഒന്നും അത്ര കറക്റ്റ് അല്ല. പിന്നെ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. എൻ്റെ മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള മൈക്രോഫോൺ തന്നെ ഇതിനകത്ത് ഇവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും. പിന്നെ ഇമേജ് സ്റ്റെബിലൈസേഷനോ വീഡിയോ സ്റ്റെബിലൈസേഷനോ ഒന്നും അങ്ങനെ ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഷേക്ക് കറക്റ്റ് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഫ്രണ്ട് ക്യാമറയുടെ ഒരു വീഡിയോ ഷൂട്ടിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫ്രണ്ട് ക്യാമറ തന്നെയാണ്. ഒരു 5 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. 1080p വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇതിനകത്തുള്ളത്. മാത്രമല്ല വീഡിയോ സ്റ്റെബിലൈസേഷനോ അങ്ങനെയൊന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഫ്രണ്ട് ക്യാമറയിലും ഇല്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ബാക്ക് ക്യാമറയിൽ പോലെ ഒരു കളർ റിപ്രൊഡക്ഷൻ അത്ര പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഇച്ചിരി ഡാർക്കാണ് കാണുന്നത്. മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഡാർക്കായിട്ട് തോന്നുന്നത്. നല്ല വെളിച്ചത്തിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീഡിയോ തന്നെ ഇത് തരുന്നുണ്ട് എന്നാണ് ഞാൻ ഇത്രയും കാലം യൂസ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത്. ഈ ഫോണിൻ്റെ പ്രൈസും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ പാർട്ടിലോട്ട് പോവാം. 4300-നും 5000-നും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഞാൻ കൺക്ലൂഷൻ പാർട്ടിനെ പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലാദ്യം പ്രോസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയും അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള ഒരു മൈക്രോഫോണും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഞാൻ കോൾ ചെയ്യുമ്പം എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള നെറ്റ്വർക്കും ഇതിനകത്തുണ്ട് എന്ന് വേണം നമുക്ക് പറയാൻ. ഇത്രയുമാണ് ഈ ഫോണിൻ്റെ നല്ല വശങ്ങളിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പോരായ്മകൾ നോക്കാം. പോരായ്മയിൽ ഏറ്റവും മേജറായിട്ട് പറയാനുള്ളത് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ലാഗാണ്. അതായത് ഇൻബിൽട്ട് ആയിട്ടുള്ള ആപ്പുകൾ വരെ തുറക്കാൻ വളരെ താമസമാണ്. മാത്രമല്ല തുറന്നു കഴിഞ്ഞാൽ പല ഫങ്ഷൻസും പ്രോപ്പറായിട്ട് തന്നെ നടക്കുന്നുമില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഫോൺ അൺലോക്ക് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ മെയിൻ വിൻഡോ തന്നെ ലോഡാകാൻ താമസം വരും. നമ്മൾ അർജൻറ്റായിട്ട് കോൾ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഫോൺ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ ഒന്നും കറക്റ്റ് നടക്കില്ല. അതായത് നമ്മളിപ്പോൾ ഒരാളെ പെട്ടെന്ന് കോൾ ചെയ്യണം, അപ്പോൾ നമ്മൾ ഫോൺ അൺലോക്ക് ആകുമ്പോൾ ചിലപ്പം അൺലോക്ക് ആവാൻ താമസമാണ്. അതുപോലെ തന്നെ കോള് ഫംഗ്ഷൻ എടുത്തു കഴിയുമ്പോൾ നമ്പർ അടിച്ചാൽ കറക്റ്റ് വരില്ല. അങ്ങനെ കുറേ പ്രോബ്ലം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അധികം പേരും വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ തുടങ്ങിയ നിരവധി സോഷ്യൽ മീഡിയ ആപ്പുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്മാർട്ട് ഫോൺ പൊതുവെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ ഇതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫോൺ വീണ്ടും ലാഗ് ആവുകയാണ് ചെയ്യുന്നത്. വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്ന കറക്റ്റ് നോട്ടിഫിക്കേഷൻ കാണിക്കില്ല. ഇനിയിപ്പോൾ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ലാഗാണ്. റിപ്ലൈ ഒന്നും കറക്റ്റ് ടൈമിലൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതൊക്കെയാണ് ഈ ഫോണിൻ്റെ പ്രധാന പ്രശ്നം. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ 1 GB റാം മാത്രമാണ് ഈ സിസ്റ്റത്തിനുള്ളത്. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അടുത്തായിട്ട് പറയാനുള്ളത് ഇൻ്റർനെറ്റ് കണക്ഷൻ ലാഗാണ്. അതായത് നോർമലായിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ നോർമലായിട്ട് നമ്മൾ ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു ലാഗുണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓണാക്കി കഴിയുമ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റേക്ക് നമുക്ക് ഫോൺ യൂസ് ചെയ്യാനേ പറ്റില്ല. കാരണം കംപ്ലീറ്റ് ഹാങ് ആണ്. നമുക്ക് ഒന്നും തന്നെ നമ്മുടെ ടച്ച് തന്നെ പലപ്പോഴും വർക്ക് ചെയ്യില്ല. ഇതൊക്കെയാണ് ഈ ഡിവൈസിൻ്റെ മേജറായിട്ടുള്ള പ്രോബ്ലങ്ങൾ. അപ്പം നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ എല്ലാ ഫീച്ചറും ഇതിനകത്തുണ്ട്.
പക്ഷേ ഇതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്ന രീതിക്ക് നമുക്ക് ഇതൊരിക്കലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മൾ കോൾ ചെയ്യുന്നത് പോലും പലപ്പോഴും ലാഗാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ആൻഡ്രോയിഡ് യൂസറിന് പറ്റിയ ഫോണായിട്ട് എനിക്ക് തൊട്ടും തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ദിസ് ഈസ് ജിഷ്ണു ഫ്രം ടെക് ജെ.